ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ശരിക്കും നമ്മുടെ ഈ ലൈഫിൽ ചതിക്കുന്നത് ആരാണ്? നമ്മളുടെ കൂടെ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ നിൽക്കുന്നവരായിരിക്കുമല്ലേ നമ്മൾ ചതിക്കുന്നത്. അത് സത്യമാണ്. അത് ഏത് റിലേഷൻഷിപ്പിലായാലും അതെ ഫ്രണ്ട്ഷിപ്പിലായാലും ഒരുപാട് ഇതിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരും നമ്മൾ അത്രയും വിശ്വസിക്കുന്നവരായിരിക്കും നമ്മളെ ചതിക്കുന്നത്. നമ്മുടെ ബിഗ് ബോസിൽ അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ ആരുടെ കാര്യമാണ് പറയുന്നത്? ഞാൻ മാക്സിമം ഒരാളെ പറ്റി സംസാരിക്കുന്നത് ജിൻഡോയെ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ജിൻഡോയ്ക്കെതിരെ നമ്മൾ രതീഷ് തിരിയുകയാണ്. കാരണം ജിൻഡോയോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ജിൻഡോ നല്ല ആത്മാർത്ഥമായ സ്നേഹത്തിലാണ്. ആത്മാർത്ഥമായി തന്നെയാണ് രതീഷിനെ സ്നേഹിക്കുന്നത്. പക്ഷേ ജിൻഡോനെ എന്താ പറയുക, ഒറ്റ കൊടുക്കുന്ന പോലെ ചെയ്യുവാണ്. ഡ്രസ്സിങ് റൂമിൽ സിജോയോട് പറയുന്നുണ്ട്, ജിൻഡോയ്ക്ക് നേരെ നിങ്ങൾ തിരിയണം, ഫൈനലിൽ വിന്നാവണം. മക്കളെ കൊണ്ട് സത്യം തന്നെ 2 മക്കളാണ് സത്യം. സിജോ വിന്നാകണമെന്നാണ് എനിക്ക് ആഗ്രഹം. പുറത്ത് സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളത് വഴക്ക് പോലെ ഉണ്ടാക്കും. ഞാനിങ്ങനെ വഴക്കുണ്ടാക്കുമ്പോഴത്തേക്കും സിജോ തിരിച്ച് ഫയർ ചെയ്യുമ്പോൾ ജിൻഡോ ഇടപെടുമല്ലോ. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ആകണം, അവനെ കളിച്ച് തോൽപ്പിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. അതിൽ സിജോ പോലും ചെറിയൊരു ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. ക്യാമറയ്ക്ക് മുന്നേ വന്നിട്ട് ഇത് വീട് ഉറങ്ങി കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വരുന്നത്. രതീഷും ജിൻഡോയും സിജോയും കൂടെ അടികൂടിയാൽ മാത്രം വീട് ഉണരുമോ? വീട് ഉറങ്ങി കിടക്കുകയെന്നല്ല, അവനെൻ്റെ പാട്ടിന് പോകുന്നു. ഫൈറ്റുകൾ കുറവായാലും ഒരു സൈഡിൽ കൂടെ നടക്കുന്നതിൻ്റെ വീട് ഒരാളില്ലെങ്കിലും അത് പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ സ്ഥലത്ത് നമ്മളില്ലെങ്കിൽ അവിടെ ശൂന്യമായി പോകുമെന്ന് വിചാരിക്കും. സത്യമാണോ? ഒരിക്കലുമല്ല. നമ്മളൊരു സ്ഥലത്തില്ലെങ്കിൽ ആ സ്ഥലത്ത് അത് വേറൊരാൾ വരും. നമ്മൾ ഒത്തിരി പേര്, ഞാൻ ഒരു സമയത്ത് വർക്ക് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ഇറങ്ങുന്ന സമയത്ത്, ഞാൻ റിസൈൻ ചെയ്യുന്ന സമയത്ത്, ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് റിസൈൻ ചെയ്ത് പെട്ടെന്ന് ഇറങ്ങേണ്ട സമയത്ത്, അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, അവരെന്നെ കുറേ വിളിച്ചു. എന്നിട്ട് ഞാൻ ഒരു വിചാരിച്ച സമയമുണ്ട്, എനിക്ക് പകരം അവിടെ ആര് വരുമെന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ വെറുതെയാണ്. നമ്മളെക്കാളും ക്വാളിഫൈഡ് ആയിട്ട് നമ്മളെക്കാളും നല്ല പിള്ളേർ അവിടെ വരും, വന്ന് പോകും. അതുകൊണ്ട് നമ്മൾ അവിടെ വലിയ ആൾ അതൊന്നുമില്ല. നമ്മൾ ആ സ്ഥാനത്തില്ലെങ്കിൽ വേറൊരാൾ ആ സ്ഥാനത്ത് വരും. ഇപ്പോൾ ജിൻഡോയും സിജോയും ഫൈറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ ബിഗ് ബോസ് ഉണരുന്നതല്ല. ബിഗ് ബോസ് ഓൾറെഡി അവിടെയാണ്. ഇനി അത് ആരൗട്ടായാലും ബിഗ് ബോസിനെ കാണുന്ന അത്രയും ആൾക്കാരുണ്ട്. നമ്മൾ ഇഷ്ടമില്ലെന്ന് പറയുന്ന പേരാണ് നമ്മൾ കാണുന്നത്, അല്ലേ? എനിക്ക് ജിൻഡോയുടെ ഞാൻ എല്ലാ എപ്പിസോഡും ഇപ്പോൾ കാണാറില്ല, കുറച്ച് നേരം ലൈവ് കാണാറുണ്ട്. ജിൻഡോയ്ക്ക് ഒരു വിഷമം വരുന്ന ഒരു സീനൊക്കെ ആകുമ്പോൾ എനിക്ക് വിഷമമാണ്, ഞാനത് കാണാറില്ല. ഇന്ന് രാവിലെ ലൈവ് കണ്ട സമയത്താണ് സിജോയുടെയും രതീഷിൻ്റെയും ആ വർത്താനം കിട്ടത്. ഭയങ്കര സങ്കടം തോന്നി. എന്തിനാണ് സിജോയും രതീഷും വഴക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഫലമൊന്നും ഉണ്ടായില്ല, കാരണം ജിൻഡോ അതിൽ വല്ലാണ്ട് കയറി ഇടപെട്ടൊന്നുമില്ല. അങ്ങനെ അത് ചീറ്റിപ്പോയി. എന്തിനായാലും നന്മയ്ക്കൊപ്പം തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഇന്നല്ലെങ്കിൽ നാളെ നന്മ ജയിക്കും. പുറത്തിറങ്ങി എല്ലാവരും ആദ്യം ജിൻഡോയുടെ ഇപ്പോൾ സപ്പോർട്ടിനെ കാണുന്നതിന് മുൻപ് തന്നെ എല്ലാവരും പറയുന്നുണ്ട് ജിൻഡോനെ തന്നെയാണ്. അഭിഷേക് ഇറങ്ങിയ സമയത്ത് മോഹൻലാലിനോട് പറയുന്നുണ്ട്, പിന്നെ എൻ്റെ അച്ഛനും ഏട്ടൻ്റെ സ്ഥാനത്താണ് എനിക്ക് ജിൻഡോ എന്ന്. അതിപ്പോൾ അപ്പോഴൊന്നും അവർക്ക് ഫോൺ പോലും കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ ജാൻമണി പറയുന്നുണ്ട്, സിബിൻ പറയുന്നുണ്ട്. ഇത്രയും പേര് പറയുന്നുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ അകത്ത് ആ മനുഷ്യന് അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും അവർക്ക് കൊടുക്കുന്ന സ്നേഹവും തന്നെയാണ്. അതിലൊരു ചീറ്റിംഗ് ഒന്നുമില്ല, ജെന്യൂനിറ്റി തന്നെയാണ്. എന്തായാലും ജിൻഡോ ഫൈനൽ വരെ വരും. ജിൻഡോ കപ്പടിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. പിന്നെ രതീഷ് പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു ഇമേജ് സിജോയും കുറച്ച് എന്താ പറയുക, കുറച്ച് കുറയ്ക്കാനൊക്കെ വന്നു ആർക്കാ മോശം? സിജോയ്ക്ക് തന്നെയാണ്. പുറത്ത് ഓൾറെഡി സിജോയ്ക്ക് നെഗറ്റീവാണ്. കാരണം കുറേ പരദൂഷണം പറഞ്ഞിട്ട് എങ്ങനെ ഒരാളെ പുറത്താക്കാം, ക്രിമിനൽ മൈൻഡിലൂടെ അല്ലല്ലോ. സിജോയുടെ 100 കൊടുത്ത് ഓൾറെഡി ഒരാളെ പ്ലാൻ ചെയ്ത് പ്രൊവോക്ക് ചെയ്തതിനൊരു ഇടി മേടിച്ചത്. അവിടെ റോക്കി ചെയ്ത് കറക്റ്റാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവിടെ സിജോയുടെ ഭാഗത്ത് 90% പ്രോബ്ലം ഉണ്ട്. ആർക്കും നമ്മുടെ ദേഹത്തോട് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ദേഷ്യത്തിലിരിക്കുമ്പോൾ ദേഹത്തോടുന്ന ഇഷ്ടം ഉണ്ടാവില്ല. ഓൾറെഡി സിജോ തലേദിവസത്തെ പ്ലാൻ ചെയ്യുന്നുണ്ട്, റോക്കി ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് അവൻ ഫിസിക്കൽ അസായിട്ട് ഈസിയാണ് പുറത്താക്കുന്നു. സിജോയുടെ പ്ലാൻ പോലെ തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ തിരിച്ച് പ്ലാൻ ചെയ്ത് ഇതുപോലെ നമ്മുടെ ജിൻഡോയെ പുറത്താക്കുന്നത് അതൊന്നുമില്ല. ഇതിനേക്കാളും വലിയ ഋഷി എല്ലാവരും കൂടി പിടിച്ചു. നമ്മുടെ ഗബ്രി എന്തോരം ചതിച്ചു, എന്നിട്ടൊക്കെ തിരിച്ചടിക്കാത്ത ഒരാളാണോ? ഇനി സിജോ ചെയ്ത് അടിക്കാൻ പോകുന്നില്ല. സിജോയ്ക്ക് വെറുതെ ഒരു തട്ട് കിട്ടിയിട്ട് അടുത്ത പല്ലും കൂടെ പോകാണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എന്തായാലും നമ്മുടെ ജിൻഡോയ്ക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും. പ്ലീസ് ജിൻഡോ ഫാൻസ് ഒന്ന് വോട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അറിയുന്ന ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ 3 സ്മാർട്ട് ഫോണുണ്ട്. ആ ഒരു ദിവസം 3 പേരെ കൊണ്ട് ഞാൻ വോട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാ സ്മാർട്ട് ഫോണും വോട്ട് ചെയ്യിപ്പിക്കുക. നമ്മുടെ ജിൻഡോ ജയിക്കണം. നമ്മൾ ഒരുമിച്ച് നിന്ന് തീർച്ചയായും ജയിക്കും. നന്മയ്ക്ക് എപ്പോഴും വിജയം ഉണ്ടാവും. നമുക്ക് ഒന്നിച്ച് നിൽക്കാം അല്ലേ? താങ്ക് യു.